നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നുണ്ട്, മഴയൊക്കെ ഉണ്ടോ? പിന്നെ ഇന്നത്തെ സാരീസില്ലേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലധികം എൻക്വയറി കാര്യങ്ങൾ വന്നു. പക്ഷേ ഗോവിന്ദ ഗോവിന്ദ ഒന്നും ഇല്ലായിരുന്നു. സ്റ്റോക്ക് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പണിയെന്ന് ചോദിച്ചാൽ അതില്ല. ഞങ്ങൾ കോപ്പി പേസ്റ്റ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. സ്റ്റോക്ക് ഔട്ട്. അത് റീസ്റ്റോക്ക് എങ്ങനെയെങ്കിലും വരുവാണെങ്കിൽ ഞാൻ തരാം. പലരും ദേഷ്യപ്പെട്ടു. അതായത് 7 മണിക്ക് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന്, 8 മണിക്ക് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. 9:30 ആയപ്പോൾ തീർന്നു പോയോ എന്നൊക്കെ ചോദിച്ചു. തീർന്നു പോയിട്ട് തന്നെ ഇല്ലാതെ കൈ വെച്ചോണ്ട് കൈ വെച്ചോണ്ട് എന്തിനാ നമ്മൾ ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്നത്? അങ്ങനെ പറയത്തില്ല. ഈ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി, സാരി ഇഷ്ടപ്പെടും. ആ സാരി കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും. കയ്യിൽ ഇനി അയക്കാൻ പോകുന്നവർക്ക് കൈ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് നല്ല ഉറപ്പാണ്. റീസ്റ്റോക്ക് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ആ സാരി കൊണ്ടുവരാം. അതിൻ്റെ തന്നെ സാരിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന ഇപ്പം 4 കളറേ നമ്മുടെ ഈ ബാലൻസ് ഉള്ളൂ. കുറേ കളർ വന്നാൽ ഷോപ്പിൽ നിന്ന് സെയിലായിപ്പോയി. പേസ്റ്റൽ ചാർട്ടാണ് കൂടുതലും അത് കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരികളുടെ മോഡൽ തന്നെ സെയിം സാരി. ഡിസൈനിലൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. വിചിത്ര സിൽക്കിൻ്റെ 599 സെയിം സാരി. അത് കിട്ടാത്തവർ ഇത് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചോ. അതേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. മറ്റേത് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. പിന്നെ ഗീവ് അവേ നടക്കുകയാണ്. ബെസ്റ്റ് കമൻറ്റിനാണ് പ്രൈസ്. ഇന്നത്തെ ബെസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുന്ന ആള് ആൻ ഡൊമിനിക് 02 അങ്ങനെ എന്തോ. ആൻ ഡൊമിനിക്ക് ഇങ്ങോട്ട് നമ്മൾ ലോട്ടിട്ടെടുത്ത കേട്ടോ. കുറേ പേര് അതിനകത്ത് ആരോ ഒരാൾ എഴുതിയേക്കുന്നു. അമ്മയും മോളും കൂടെ കൊച്ചുമോളും കൂടെ ആയിട്ടിരുന്ന് ഇസബെല്ല കാണും. വന്നിട്ട് ഇവരെ കണ്ടില്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയും, ഇസബെല്ലയുടെ ഇസബെല്ല വീഡിയോയുടെ കീഴിലായിരിക്കും എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ് ഭയങ്കര ഇതാണ്. ഈ അമ്മമാര് നമ്മുടെ ഏജ് ഗ്രൂപ്പോ നമ്മളെ കഴിഞ്ഞ ഇളയ ഏജ് ഗ്രൂപ്പോ ഉള്ളവരുടെ ഇതെന്നല്ല. എനിക്ക് അമ്മമാർ ഇത് പലർക്കും ഇത് അവരുടെ ഒരു വിരസത അകറ്റാൻ എന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ ഒരു ഏജ് കഴിഞ്ഞ ഒരു ഏകാന്തതയും ഒരു ബുദ്ധിമുട്ടും ഒക്കെ വരുന്ന ഒരു കാലമാണ്. ഒന്നുമില്ലല്ലോ, ഒരാവശ്യമില്ല. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഏജ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. 55 വയസ്സ് അല്ലെ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫ്, വീട്ടിൽ വെറുതെ ഇരിക്കാവുന്ന അങ്ങനെയൊന്നും അല്ല. നമ്മൾ എപ്പോഴും ആരോഗ്യം ഉണ്ടെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുക, ആരോഗ്യം ഉള്ളതുപോലെ ആക്റ്റീവായിട്ടിരിക്കുക. അല്ലാതെ പ്രായത്തെ ഈ മനസ്സിലേക്ക് കയറ്റണ്ട. എന്തിനാ പ്രായത്തെ മനസ്സിലേക്ക് കയറ്റുന്നേ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ് ചെയ്യാം, യഥാവിധി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ആരും ഇന്ന കാലത്ത് റിട്ടയർമെൻറ്റ് ലൈഫ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യം. ഏകാന്തതയുടെ കാലം, പുറത്തു പോകത്തില്ല, ഇന്ന ഡ്രസ്സ് ഇടത്തില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലൈഫിൽ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നിരിക്കുന്ന ആ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. സന്തോഷങ്ങൾക്കിടെ സങ്കടങ്ങൾ വരും, അതിനെ സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചാൽ മതി. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. വലിയ കാര്യങ്ങൾ. ഞാനിന്നേ ഒരു സാധനം ഉണ്ടാക്കി, ഞാൻ പറഞ്ഞു കേൾപ്പിക്കട്ടെ നിങ്ങളെ. ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്ത് പോക്കോ, വേഗം സാരിയിലോട്ട് പോക്കോ. ആൻ ഡൊമിനിക്കാണ് ഇന്നത്തെ വിന്നർ. ഇന്നലത്തെ സാരിയുടെ വിന്നർ ആൻ ഡൊമിനിക്ക് കോണ്ടാക്ട് ചെയ്യുക, അഡ്രസ്സ് അയച്ചു തരിക. ബാക്കിയുള്ളവരുടെ 2 പേർ ഇനി ഒരാളുടെയും കൂടെ കണ്ട് അയക്കാനുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഇന്ന് ദീപവേ ഇത് തന്നെ. ഇതിലൊരു സാരി ഇന്ന് കാണിക്കുന്നതിൽ ഒരു സാരിയാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഒരു സാധനം എൻ്റെ മനസ്സിലുണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ കാണണേ. ഇതിനകത്ത് കാണണം. അതിനെന്താ പറയുക, കമ്മ്യൂണിറ്റി. യൂട്യൂബിൽ ഇതിടുന്നത്, പോസ്റ്റ് ഇടുന്നതിന്, റൈറ്റപ്പ് ഇടുന്നത്, കമ്മ്യൂണിറ്റി. അതിനകത്തൊന്ന് പോയി നോക്കണേ. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എവിടെ ചെന്നാലും പോസിറ്റീവായിരിക്കും. അതാണ് ഞാൻ ചിന്തിച്ചെടുത്തൊരു കാര്യമാണ്. പോസിറ്റീവായിരിക്കും. അതായത് ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ചെന്നാലും അവരൊരു ദൈവപുത്രൻ വരുമെന്ന് പ്രത്യാശ വെക്കും. അല്ലാത്തവരെ സ്വർഗത്തിൽ കൊണ്ടിരുത്തിയാൽ അവർ കൊതുകിനെ നോക്കിയിരിക്കും. എങ്ങനെയുണ്ട്? സ്വർഗത്തിൽ കൊണ്ടിരുത്തിയത് സ്വർഗരാജ്യം കിട്ടിയാലും അവരവിടെ കൊതുകിനെ തേവിപ്പണിയോ ഇവിടെ അപ്പടി കൊതുക എന്ന് പറയും. അതേസമയം പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഏത് കൊടുങ്കാറ്റ് വരും, എന്നെ രക്ഷിക്കാൻ ഒരു ദൈവപുത്രൻ വരും എന്ന് പ്രത്യാശ വെക്കും. നമ്മൾ അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ആയാൽ ഞാനങ്ങനെയാണെന്നല്ല പറയുന്നത്, നമ്മൾ സാധാരണ മനുഷ്യരാണ്. ചില സമയത്ത് അതൊക്കെ വിട്ടുപോകും. അത് പോട്ടെ. ഇനി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ടേറ് തരും. വിദ്യ കൂടിപ്പോകുന്നു. വർത്താനം നല്ലതാന്ന് പറയുന്നത് ഇച്ചിരി കൂടിപ്പോകും. എല്ലാവരും ഈ വർത്താനം നല്ലതാ, അവതരണം നല്ലതാന്ന് പറയുന്നതിൻ്റെ ഇച്ചിരി ഇളക്കം എനിക്ക് ഇട്ടുണ്ടോ എനിക്ക് തന്നെ ഡൗട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു ഞാൻ ചുമ്മാ പറയുന്നത്, പറയാതൊന്നും ഇരിക്കണ്ട. ഇതാണ് ഈ സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്ന സാരി കേട്ടോ. ഇതിൻ്റെ കളർ എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ട്.
ഇതിന് വെറും പ്ലെയിൻ അല്ല, ഇങ്ങനെ ഇതേ കൂടെ 2 കളറിൽ വീവിങ് പോകുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ബുട്ട വേറെ ഒന്നുമില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസ് കണ്ടോ, ആ ബ്ലൗസ് ഈ ഞായറാഴ്ച കാണിക്കാൻ പോകുന്ന ബ്ലൗസാണ്. ഇതിൻ്റെ ബ്ലൗസ് അല്ല, വിത്ത് ബ്ലൗസ് ഇതിനില്ല, മുന്താണി ഇതിനില്ല, ഇതിങ്ങനെ തന്നെയാണ്. ഒരു ലൈൻസ് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൗസും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ചുമ്മാ എടുത്തിട്ടതാ. ഇത് തമ്മിൽ പറ്റി മാച്ചിങ്. ഇതാണ് ബ്ലൗസ് കണ്ടോ, കയ്യേരി ബോർഡറുമായിട്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ, അല്ലെങ്കിൽ ഒരു പൗഡർ പിസ്ത എന്ന് പറയാൻ പറ്റത്തില്ല, പൗഡർ ഗ്രീൻ്റെ ഒക്കെ ഒരു ബ്ലൗസ്. അടുത്ത ഞായറാഴ്ച കണ്ടാൽ മതി കേട്ടോ. ഇതാണ് സാരി. ഇതിൻ്റെ അടുത്ത കളറ് പീച്ച്. ഇതിനും സ്റ്റോക്ക് അധികമില്ല. എന്താ പറയുക, വിചിത്ര സിൽക്കിൻ്റെ സാരി ഒത്തിരി വരുന്നതുകൊണ്ട് ഞാനേ ഒത്തിരി അങ്ങ് സ്റ്റോക്ക് എടുക്കുന്നില്ലാത്ത ഒരു മണ്ടത്തരമായി പോയി എനിക്കും തോന്നുന്നു. നല്ല ബ്രൈറ്റ് പീച്ച് ഉണ്ടോ. ഇതാണ് അലയൻസ്. ഇപ്പോൾ കറക്റ്റായിട്ട് കാണത്തില്ലേ, കാണാവോ? കണ്ടോ, പീച്ച് ബ്ലൗസ്, ഡാർക്ക് പീച്ച് ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് പീച്ച് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് വെച്ചോ, ഗോൾഡ് ഇതില്ലേ നമ്മുടെ ചിക്കു കളറില്ലേ, ഗോൾഡ് കളർ, അതിട്ടാലും മതി. ഒനിയൻ, ഡാർക്ക് ഒനിയൻ. അപ്പടി മഴയാ. ഇത് ഡാർക്ക് ഒനിയൻ എന്ന് പറയുമ്പോൾ ബ്രൗണിൻ്റെ ഒരു ഫീല് തോന്നിക്കും. ഇത്തെ കൂടെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഈ ഒരു വീവിങ്, ഒരു ലൈൻസ് ഇല്ലേ, അത് ബ്രൗൺ ആണേ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഡാർക്ക് ഒനിയനെ. ഇപ്പുറത്ത് ഇത് ഞാനിട്ട കളറുമായിട്ട് നല്ല സാമ്യമാണ്. പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു, പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ, ഒലീവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. പിസ്ത ഗ്രീൻ ഉണ്ട്, ഒലീവ് ഗ്രീൻ. കണ്ടോ, ബ്ലൗസ് ആപ്റ്റായിട്ടുള്ള ഒരു സാധനം കറക്റ്റായിട്ട് കിട്ടിയാലോ, നല്ലൊരു പാർട്ടി വെയർ ബ്ലൗസ് കിട്ടിയാൽ ഇത് മതി. ഞാൻ പറയുന്നത് ബ്ലൗസിനും സാരിക്കും കൂടെ ബിലോ 1000 ആകത്തുള്ളൂ. നല്ല സ്റ്റൈലാണ്. അതിൻ്റെ കൂടെ വല്ല പേളുമാലയോ, മൾട്ടി കളറുള്ള പേളുമാലയോ, അല്ലെങ്കിൽ വൈറ്റ് പേളുള്ള മാലയോ മുത്തുമാലയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗെറ്റപ്പ് വേറെയാവും. എന്തിനാ ഒത്തിരി പൈസ മുടക്കുന്നത്? ഇനി നമ്മൾ ഒത്തിരി ഒത്തിരി കാലമായില്ലേ ലിനൻ സാരി കാണിച്ചിട്ട്. എല്ലാ പ്രാവശ്യവും പ്രിൻ്റുള്ള ലിനൻ സാരി അല്ലേ കാണുന്നത്. പ്രിൻ്റുള്ള ലിനൻ സാരി സെമി ലിനൻ കേട്ടോ നമ്മുടെ. ഇതിപ്പോൾ നേവി ബ്ലൂ, ഇൻഡിഗോ അല്ല, നേവി ബ്ലൂ. എനിക്കിതും കൂടെ, എനിക്ക് ലിനൻ സാരി, ഇൻഡിഗോ സാരി എടുത്തുകൊണ്ടൊരു വീഡിയോ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് ഇൻഡിഗോയും വൈറ്റ് ബ്ലൗസും. കണ്ടോ, സെമി ലിനനാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബ്ലൗസ്, ഈ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം ബോഡി പ്ലെയിൻ അല്ലേ, എന്നിട്ട് നിറച്ചും ഈ ഒരു വട്ടം ഉള്ള ബ്ലൗസ് പ്ലെയിൻ, എന്നിട്ട് ഉണ്ടല്ലോ നല്ലൊരു വൈറ്റ് മുത്തുമാലയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായി. എനിക്ക് വൈറ്റ് മുത്തുമാല പണ്ടെന്നെ ആദ്യമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നിടത്ത് എല്ലാവരും കളിയാക്കുമായിരുന്നു. എന്നാ പറഞ്ഞാലും പേളുമാല, പോയി പേളുമാല നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നല്ലതല്ലേ, ഇട്ട് നോക്കി. ഞാൻ ചുമ്മാ പറയുന്നതാണോ? വൈറ്റ്ലി ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ, ഹാൻഡ് വാഷ് പാടില്ല. ഇനി അത്രമേൽ അറിയാവുന്ന ആൾക്കാർ വേണമെങ്കിൽ ഷാമ്പൂ വാഷ് സ്വന്തം റിസ്ക് ചെയ്തോ, നമ്മൾ പറയുന്നില്ല. ഇത് ഡ്രൈ വാഷ് ഉള്ളി എന്ന് പറഞ്ഞ് വരുന്നതാണ്. സെമി ലിനനാണ് കേട്ടോ. സാരി ഫോൾ വെക്കണം, സാരി ഫോൾ വെച്ചിട്ട് എടുക്കാവുള്ളൂ. ഇത് അതിൻ്റെ തന്നെ മെറൂൺ. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇത് കണ്ടോ. ഇതെന്നാന്നറിയോ, ഇതൊരു നമ്മുടെ ഡൈ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഡൈ പോലത്തെ ഐറ്റമാണ് ഈ ലിനനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് കളറ് ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് വാഷിന് പോകരുത്. നിങ്ങൾ ഫങ്ഷൻ വെയർ ആയിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനത്തെ സാരി കൊടുത്ത് ഇതിൻ്റെ തന്നെ ബ്ലൗസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈറ്റ് ബ്ലൗസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഈ പറഞ്ഞ പോലെ പേളുമാലയൊക്കെ ഇട്ടപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഫങ്ഷൻ വെയറാണ്. പക്ഷെ ഒരു ഇതുണ്ട്, ഡ്രൈ വാഷ് ചെയ്യുക മാക്സിമം. അതല്ലെങ്കിൽ ഷാമ്പൂവിൽ ജസ്റ്റ്. സാരി ഒന്നും പെട്ടെന്ന് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോയി കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തണലത്തിട്ട് നല്ലതായിട്ട് കാറ്റ് കൊള്ളിക്കുക, അയൺ ചെയ്തെടുത്ത് മടക്കി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാറ്റ് കൊള്ളിക്കണം. ചില മെറ്റീരിയൽ അല്ലെങ്കിൽ ഇരുന്ന് പൂപ്പൽ പിടിക്കും, അതുകൊണ്ട് കാറ്റ് കൊള്ളിക്കണം. ബ്ലൗസ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ, അതും കൂടെ നോർത്ത് കാണിക്കേണ്ട കാര്യമില്ല, ബോർഡറിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. നമ്മളുടെയൊക്കെ എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള സാധനം കലങ്കാരി സാരി. എനിക്ക് എന്നാ ഇഷ്ടമാണോ ഇതും എനിക്ക് കൊടുക്കണമെന്നുണ്ട്. ഒരു ദിവസം എന്നത്തിലൊക്കെയാണ് പോകുന്നത്. അല്ല ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് ഇപ്പം സാരി ഉടുപ്പാണ് ഒരു പരിപാടി. റെഡിമെയ്ഡ് ബ്ലൗസ് വന്ന പിന്നില്ലേ ഞാൻ സാരി ആരാധകയായി. അല്ലെങ്കിൽ എന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന പോലെ എനിക്ക് ദേഷ്യമായിരുന്നു.
ഉടുക്കുകയാണെന്നൊന്നുമല്ല, പക്ഷെ ഇഷ്ടമില്ലായിരുന്നു. നല്ല കോട്ടൺ, സോഫ്റ്റ് കോട്ടണിൽ ചന്തേരി. എന്നതാ ഞാൻ പറയുന്നത്? സോഫ്റ്റ് കോട്ടണിൽ കലങ്കാരി, എവർഗ്രീൻ കലങ്കാരിയുടെ ആ ഒരു ഗെറ്റപ്പ്, ഗമ എന്നൊക്കെ പറയുന്നതിന് എന്തോരമാണ്. പക്ഷെ എനിക്കൊരു അഭിപ്രായമുണ്ട്, ഞാൻ പറഞ്ഞിട്ട്. നിങ്ങൾ ബ്ലൗസ് ഇടുമ്പോൾ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ടേ. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ്, കണ്ടോ? ഇവിടുത്തെ അതിൻ്റെ ലൈൻസിനെ കഴിഞ്ഞ് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട്, വൈറ്റ് കൂടുതൽ, വൈറ്റ് അല്ല അല്ല, ഇങ്ങനെ ഇവിടെ മറിച്ച് മെറൂൺ അല്ലേ, ആ മെറൂൺ മാറി ഇവിടെ വേറൊരു ഇത് വരുന്നത്, അതാണ് വിത്ത് ബ്ലൗസ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലൗസ് തന്നെ ഇടുന്നതിനോട് എനിക്കൊരു വലിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കില്ല കേട്ടോ. എൻ്റെ ഒരു നോട്ടത്തിൽ അതൊരു മൊത്തത്തിലൊരു നിറങ്ങി നിൽക്കുന്ന ഒരു ഇതാവും. നിങ്ങൾ വേറെ മെറൂൺ ബ്ലൗസോ അല്ലെങ്കിൽ ഇച്ചിരി വർക്കൊക്കെ ചെയ്ത് ഇപ്പം നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് പോലത്തെ ബ്ലൗസോ ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചേഞ്ച് പരീക്ഷ നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ വന്നിട്ട് കോഫി മെറൂൺ, കോഫി മെറൂൺ അല്ലല്ലോ, കോഫി ബ്രൗൺ കലങ്കാരി. നല്ല മൽക്കോട്ടനാണ് കേട്ടോ, മൽക്കോട്ടൻ്റെ സാരി. ഇത് അതിൻ്റെ വേറെ കളറ്, ഇതിൻ്റെയൊക്കെ നമ്പർ കൂട്ടിയേ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ കേട്ടോ, കളർ മാറിപ്പോവാൻ. അതുപോലെ നമുക്ക് നേരെ കാണുമ്പോൾ അറിയാം, അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പാടാത്തതുകൊണ്ട് സ്ക്രീനിൽ നമ്പറുണ്ട്, ആ നമ്പർ കൂട്ടി അയക്കാവുള്ളൂ. മൽക്കോട്ടനാണ്. മൽക്കോട്ടൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല നല്ല സുഖമാണ് ഉടുക്കാനും. നല്ല പ്യുവർ മെറ്റീരിയൽ, ഒരു പൊടിക്ക് പോലും ബ്ലെൻഡ് ഇല്ല, അതായത് മിക്സ് ഇല്ലെന്ന് പറഞ്ഞാൽ സിന്തറ്റിക് മിക്സ് ഇല്ല. അതുകൊണ്ട് നല്ല പ്യുവർ കോട്ടനാണ്. ആർക്ക് വേണമെങ്കിലും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർ, ഇപ്പോൾ ഏജിൻ്റെ കാര്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിലത് പലരുടെയും ഉണ്ട്, 90% പേരുടെ മനസ്സിലുണ്ട്. ഞാനൊന്നും ദൈവം അനുഗ്രഹിച്ച ഏജായെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ വേറെ കയറി എന്നാ പറയുന്നത്, ബൈബിളും വായിച്ച് എന്നാ പറയുന്നത് ദൈവവിചാരമായിട്ട് നടക്കേണ്ട കാര്യമൊന്നും. ദൈവത്തിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാം ദൈവവിചാരം വേണ്ടേ അല്ലേ? അങ്ങനല്ലേ? പിന്നെ അറിയാൻ പറ്റത്തില്ല, നമ്പർ എന്നാ തീരുമാനിച്ചു വെച്ചേക്കുന്നത് അതുപോലെ നടക്കട്ടെ. ഞാനെല്ലാം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം നീ തീരുമാനിക്കുന്നു, ഞാൻ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. ഇത് അടുത്തത് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്പർ കൂട്ടി അയക്കാവുള്ളൂ. സ്ക്രീനിൽ നമ്പറുണ്ട്, ആ നമ്പർ കൂട്ടി അയക്കാവുള്ളൂ. പ്രത്യേകിച്ചും കലങ്കാരിക സാരി, ബാക്കിയുള്ള സാരിയുടെ പിന്നെയും പൊറുതിയുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പാടാം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്പറില്ല. എല്ലാവരും എഡിറ്റ് ചെയ്ത് വെച്ച് നമ്പറില്ലാതെ അത് അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകാതിരിക്കട്ടെ എന്നോർത്തായിരിക്കാം. പക്ഷെ അതില്ല, ഞങ്ങളുടെ കയ്യിൽ സാധനം വെച്ചോണ്ട് ഇവിടെ ഓർഡർ എടുക്കാനിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും സാധനം കൈ വെച്ചോണ്ടല്ല ഓർഡർ എടുക്കുന്നത് നമ്പർ മാത്രം കൈ വെച്ചോണ്ടാണ്. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുക, ഇത് എല്ലാം കോഫി മെറൂണാണ്. ഇതിൻ്റെ പ്രിന്റുകൾ തമ്മിലാണ് വ്യത്യാസം. കോഫി ബ്രൗണാണ് എല്ലാത്തിൻ്റെയും, പ്രിന്റുകൾ തമ്മിലാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു പ്രിന്റ് എടുത്തോളുക. മുന്താണിക്ക് പ്രിന്റ് വ്യത്യാസമുണ്ട്, ബോഡിക്കും പ്രിന്റ് വ്യത്യാസമുണ്ട്. അതാണ്. ഇന്ന് വളരെ ചെറിയ സാരി, ഞാൻ ചുരിദാർ സെറ്റ് കാണിക്കാനായിരുന്നേ, പിന്നെ വേറെ പോലെ പരിപാടിയായിട്ട് ഇത്രയും നേരം നടന്നു. ഇപ്പം നട്ടുച്ചയായി സമയം. ഇനിയിപ്പം അതുകൊണ്ട് വിശപ്പ് മാടി വിളിക്കുന്നതുകൊണ്ട് ചുരിദാർ സെറ്റിനെ ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഷോപ്പിൽ വരുന്നവർക്ക് ഓണമൊക്കെ വരാൻ പോവുകയായി. ഞാനെല്ലാം ഇവിടെ ഇപ്പോൾ ഓഫ് സീസണാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകാർക്ക് എല്ലാവർക്കും ഓഫ് സീസണാണ്. മഴയും ആൾക്കാർ ഷോപ്പിൽ തിരക്ക് കുറവും പർച്ചേസ് കുറവൊക്കെ. പക്ഷെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും ഓണത്തിന് വേണ്ടി. ഞങ്ങളുടെ കടയിൽ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം, ഇന്നലെ വന്നു, അതിൻ്റെ 2 ദിവസം മുന്നേ വന്നു, എല്ലാ ആഴ്ചയിലും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ വന്നേക്കുന്നത് ചുരിദാർ സെറ്റും കുട്ടി ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ ഓണത്തിന് വേണ്ടി റെഡിയാവുന്നു. അടുത്ത മാസം ഇസബെല്ലയുടെ ആനിവേഴ്സറി വരുന്നു. ഇതെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളെ മാത്രം മനസ്സിൽ നിറച്ച് ഇരിക്കുകയാണ്. മഴയൊക്കെ ഒരു സൈഡിൽ നടക്കട്ടെ, അതിനെ അങ്ങോട്ട് ആസ്വദിക്കുക. എന്തെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപുറം വരുമെന്ന് പ്രത്യാശയോടെ കാത്തിരുന്നാൽ മതി. അപ്പോൾ ഷോപ്പിൽ വരുന്നവരൊക്കെ ഡയറക്റ്റ് പോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. വിദേശത്തിരിക്കുന്ന ആൾക്കാർ പലരും സെറ്റ് സാരിയെ പറ്റി എൻക്വയറി നടത്തുന്നുണ്ട്. ഫോട്ടോ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇട്ട് തരാം കേട്ടോ, റേറ്റ് സൈഡ് ഇട്ട് തരാം. കമൻറ്റ് ഇടുക. ബെസ്റ്റ് കമൻറ്റിന് ഇതിലൊരു സാരി നാളെ പറയും ആർക്കാണ് കേട്ടോ. താങ്ക് യു.